നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും വിഷു ആഘോഷം സന്തോഷമായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പണി ഒരുക്കാനായിട്ട് പൈനാപ്പിൾ വെക്കാറുണ്ടല്ലേ? വിഷു കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ട് ഒന്നുകിൽ പച്ചടിയോ അല്ലെങ്കിൽ പുളിശ്ശേരി, പൈനാപ്പിൾ വെച്ചിട്ട് പുഡിങ്ങൊക്കെയാണ് സാധാരണയായിട്ട് തയ്യാറാക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പൈനാപ്പിൾ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് ഇന്ന് നല്ല പഴുത്ത ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ അതിനുശേഷം ഈ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഒന്നുകിൽ റൗണ്ട് ഷേപ്പായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഒത്തിരി തിന്നാക്കണ്ട, ഈ ഒരു വലുപ്പത്തിന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഈ ഒരു വലുപ്പത്തിന് പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 5 പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ചെറിയ സ്പൂണ് പഞ്ചസാര മസ്റ്റായിട്ട് ചേർക്കണേ. കുരുമുളക് പൊടി നമ്മളുടെ എരിവിന് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ സാധാരണ മീൻ വറുക്കാനായിട്ടൊക്കെ ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം പൈനാപ്പിളിൽ തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവും. പൈനാപ്പിളിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. പറ്റുകയാണെങ്കിൽ ഓരോ പൈനാപ്പിളിലും ആ ഒരു മസാലകൾ നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കണേ. എന്നാലും മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതൊരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ടൊരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന പൈനാപ്പിൾ ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂടി പോകരുത്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യില്ല കേട്ടോ, മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പഞ്ചസാര. വളരെ കുറച്ചളവിൽ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇങ്ങനെ പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 3 മിനിറ്റ് ആയതിനു ശേഷം നമുക്കിത് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചേർത്ത ആ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു സൈഡ് തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് അളവിൽ ചേർത്താൽ മതിയാവും. അടുത്ത സൈഡും ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒത്തിരി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ആ ഒരു 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതിയാവും. ഇത് 2 സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് കോട്ടായി കിട്ടിയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ്. ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ എങ്ങനെയൊന്ന് വിതറി കൊടുക്കുക. അപ്പോൾ ഓൾറെഡി നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചേർത്ത പഞ്ചസാരയും കൂടെ നല്ല മെൽറ്റായിട്ട്, ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ഫ്രൈ റെഡിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? നല്ല ചൂടാണ്, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മൾ ചേർത്ത പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്ന പൈനാപ്പിളിൻ്റെ മധുരവും നമ്മൾ ചേർത്ത മസാലകളുടെ ഒരു എരിവും കൂടെ ചേർന്നിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒരെണ്ണം കൂടെ ഒന്ന് കഴിച്ച് നോക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇത് ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. മസ്റ്റ് ട്രൈ ആണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്